നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അബദ്ധങ്ങൾ എന്തെങ്കിലും പറ്റിപ്പോയാ അത് ഊതി പെരുപ്പിക്കാൻ ആളുണ്ടാവും, കെടുത്താൻ ആരും ഉണ്ടാവില്ല. നീ പോയിക്കോ. നിത്യേച്ചി അകത്തേക്ക് കയറി വാ. നീ ചെല്ലു മോളെ, ഞാനിപ്പോ വരാം. അമ്മേ, എന്തുപറ്റി? എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ല. മനു ഒരു പാവം പയ്യന്. അവന് പഠിക്കാനുള്ള ആവശ്യത്തിന് മോൾ അത് എടുത്തു കൊടുത്തതുകൊണ്ട് അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല. അമ്മേത് നിനക്ക് സ്വന്തമായിട്ട് തന്നതല്ലേ? അമ്മേ, പിന്നെ ജീവന്റെ ദേഷ്യം അത് അമ്മ പറഞ്ഞു മാറ്റിക്കോളാം. എന്നാലും ഞാൻ ചെയ്തത് തെറ്റല്ലേ? തെറ്റ് കണ്ടുപിടിക്കുന്നവർക്ക് ഇതിലൊരു തെറ്റ് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. പിന്നെ ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ അമ്മയുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനത്തിന് ഒരു വ്യത്യാസവും വരില്ല. സങ്കടം മനസ്സിൽ കൂട്ടിവെക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ അവനോട് സംസാരിക്കാം. അത് മനസ്സിൽ നിന്ന് വിട്ടുകളമോളെ. അമ്മയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ. അതിന് അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരാളില്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ. എനിക്ക് എൻ്റെ മോള് ചെയ്യുന്ന ശരിയും തെറ്റും അതിൻ്റെ നല്ല അർത്ഥത്തിൽ മനസ്സിലാവും. ഞാൻ ജീവന്റെ അടുത്ത് ചെല്ലട്ടെ. മേഡം, ആരാധിക ഇവിടേക്ക് തന്നെയാ. ശരി മേഡം. നല്ല വാക്കുകൾക്ക് നന്ദി. ഒരു കവിത മനസ്സിൽ പിറവിയെടുക്കുമ്പോഴല്ല, അത് മറ്റൊരാളുടെ ഹൃദയത്തിൽ തറച്ചു എന്ന് പറയുമ്പോഴാണ് എഴുതുന്നതിന് അർത്ഥമുണ്ടാവുന്നത്. ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. എഴുതിയ വരികളിൽ എഴുതാതെ പോയ കുറേ വാക്കുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ഒരുപാട് വായിക്കണം. വായന നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ കാഴ്ചക്കാരായി നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ആകാശത്തിലെ മേഘത്തുണ്ടുകൾ പോലെ ഒട്ടും കനമില്ലാതെ നമുക്ക് ഒഴുകി നടക്കാം. മറുപടിക്കൊപ്പം ഞാൻ എഴുതിയ പുതിയൊരു കവിത കൂടി അയക്കുന്നു. സ്നേഹപൂർവം, ഹരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.